ആരോടും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് പാടാം. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമാച്ചെന്നൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയാലും എൻ്റെ അന്തർദാഹം മാറ്റണമേ. നിന്റെ തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ ആന്തരിക ദാഹം ശമിപ്പിക്കണമേ. കർത്താവേ, ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഉത്തമനായ മിശിഹാ തമ്പുരാനെ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയതായ തിരക്തത്താലും ആ ഒഴുകിയ വെള്ളത്താലും എൻ്റെ ആന്തരിക ദാഹം ശമിപ്പിക്കണമേ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ എൻ കഷ്ടത മായ്ക്കണമേ. എൻ്റെ നോവ്, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ. എൻ കഷ്ടത മാച്ച് എൻ നോവ് ഒഴിക്കണമേ. എൻ്റെ വേദന മാറ്റിത്തരണമേ, എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ, എൻ്റെ കഷ്ടത മായ്ക്കണമേ, എൻ്റെ അന്തർദാഹം ശമിപ്പിക്കണമേ. നിൻ്റെ തിരുരക്തത്താലും നിൻ്റെ തിരുവിലാവിൽ ഒഴുകിയ വെള്ളത്താലും എൻ്റെ ആന്തരികദാഹം ശമിപ്പിക്കണമേ. ദാഹാർത്തനായി വലയുന്ന എനിക്ക്, കലങ്ങിയ ജീവിതത്തിൽ വലയുന്ന എനിക്ക് ഇന്ന് നീ സൗഖ്യവും സമാധാനവും ശാന്തിയും തരണമേ. കലങ്ങിയ ഹൃദയത്തിലേക്ക് സമാധാനത്തിന് തേൻതുള്ളികൾ വർഷിച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ദാഹം മാറ്റുന്ന ദൈവം, വിശപ്പ് മാറ്റുന്ന ദൈവം ജീവിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ദേശത്ത് ക്ഷാമമുണ്ടായി. അബ്രഹാം പിതാവ്
ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടവനാണ്. അബ്രഹാം പിതാവ് ഒരു വിശ്വാസിയായിരുന്നു. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാം ഒരു അനുഗ്രഹമാണ്. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാം ഒരു വിശ്വാസിയാണ്. എന്നാൽ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വിശ്വാസമെല്ലാം തകർന്നു. വിശ്വാസിയായി ആരംഭിച്ച ആ ദൈവദാസന് ഒരു ക്ഷയം സംഭവിച്ചു, ഒരു ക്ഷീണം സംഭവിച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെയെല്ലാം ഓർത്തു പോവുകയാണ്. നന്നായി തുടങ്ങിയ ചിലരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല തുടക്കമായിരുന്നു, വിശ്വാസ വീരനായിരുന്നു, നല്ല പോരാട്ടത്തിൽ വീര പോരാളിയായിരുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തി പ്രാപിച്ച ദൈവദാസനായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസം ക്ഷയിച്ചു പോയിരിക്കുന്നു. ഇന്ന് ചില പ്രാതികൂല്യങ്ങൾ വന്നപ്പോൾ, ഇന്ന് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് ക്ഷയിച്ചു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ക്ഷീണം തട്ടിയിരിക്കുന്നു. ചില ക്ഷാമങ്ങൾ വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, പരീക്ഷയിൽ തോൽവി വന്നപ്പോൾ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ, ഒരു വീട് വയ്ക്കാൻ തുടങ്ങി അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ, അയ്യോ നനച്ചിരിക്കാത്ത രീതിയിൽ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ തെറുത്തു വന്നപ്പോൾ, അപ്പോഴെല്ലാം നിങ്ങൾ ഓർത്തു, എൻ്റെ ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് എന്താണ്? നീ എന്നെ നോക്കാഞ്ഞത് എന്താണ്? എൻ്റെ കാര്യം നീ അന്വേഷിക്കാഞ്ഞത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിൽ കോട്ടം തട്ടി, വിശ്വാസത്തിൽ ക്ഷയം സംഭവിച്ചു. അബ്രഹാം വിശ്വാസിയായി തുടങ്ങി. ദൈവത്തിൻ്റെ വചനം കേട്ട ദൈവദാസനാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട ദൈവ വൈതലാണ്. വചനം അനുസരിച്ച ദൈവദാസനാണ്. വാഗ്ദത്തങ്ങൾ ലഭിച്ച ദൈവദാസനാണ്. 7 വാഗ്ദത്തങ്ങളാണ് അബ്രഹാമിന് ലഭിച്ചത്. 7 വാഗ്ദത്തങ്ങൾ. 12-ാം അധ്യായം ആരംഭ വാക്കുകൾ വായിക്കുമ്പോൾ കാണാം 7 വാഗ്ദത്തങ്ങൾ. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് കൊടുത്ത 7 വാഗ്ദത്തങ്ങൾ. ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം തുള്ളും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അബ്രഹാം പിതാവിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ അബ്രഹാം പിതാവിൻ്റെ പരമ്പരയിൽ വിശ്വാസിയായി എനിക്കും നീ തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകും. കർത്താവേ, അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അബ്രഹാം പിതാവിന് ചില വാഗ്ദത്തങ്ങൾ നീ കൊടുത്തു. ഈ നിസ്സാരനായ പാപിയായ എനിക്കും ആ വാഗ്ദത്തങ്ങൾ തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കും. എന്തെല്ലാമാണ് വാഗ്ദത്തങ്ങൾ? നമുക്ക് വായിക്കാം. 12-ാം അധ്യായം ആദ്യ ഭാഗം. യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അനുഗ്രഹം, വാഗ്ദത്തം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ നീ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒരുത്തനേ ഉള്ളൂ നിന്റെ കുടുംബത്തിൽ. എന്നാൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 3, നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 6-ാമത്തെ വാഗ്ദത്തം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്തൊരു വാഗ്ദത്തം! ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ വലിയൊരു ജാതിയായിത്തീരും. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. വർദ്ധനവിൻ്റെ അനുഗ്രഹമാണ്, ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹമാണ്, സമൃദ്ധിയുടെ അനുഗ്രഹമാണ്. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഇന്ന് വലയുന്നവരാരെല്ലാം ഉണ്ട്, പ്രശ്നങ്ങളുടെ നീർച്ചുഴലിൽപ്പെട്ട് ഉഴലുന്നവരാരെല്ലാം ഉണ്ട്, ജീവിതത്തിൻ്റെ യാതനകളിൽപ്പെട്ട് അഴലാർന്ന് വിഷമിക്കുന്നവരാരെല്ലാം ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളെ കാണുന്ന ദൈവം നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഴൽ മാറ്റാൻ, നിങ്ങളുടെ ദുഃഖം മാറ്റാൻ, നിങ്ങളുടെ യാതന മാറ്റാൻ, നിങ്ങൾക്ക് ശാന്തി പകരാൻ യേശു ക്രിസ്തു ശാന്തിയുടെ ഉടയവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ പ്രവാചകൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ പ്രഭുകുമാരൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ രാജകുമാരൻ നിങ്ങൾ തേടി വന്നിരിക്കുകയാണ്. അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. 7 വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കിട്ടി. അബ്രഹാം സന്തോഷത്തോടെ പുറപ്പെട്ടു. അബ്രഹാം പുറപ്പെടുകയാണ്. നീ പുറപ്പെടുക എന്നാണ് വാക്ക്. ദൈവത്തിൻ്റെ കൽപ്പന ഏതാണ്? കൽപ്പന അനുസരിച്ചാൽ വാഗ്ദത്തങ്ങൾ അനുഭവമായി തീരും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ അനുഭവമായി വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം തമ്പുരാൻ തരും. അതെല്ലാം അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പുറപ്പെട്ട് വന്നു. അബ്രഹാം പോകുന്ന വഴിക്ക് യാഗപീഠം പണിതു. ആരാധന തുടങ്ങി. നാം വായിക്കുന്നുണ്ട് 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാനം. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിതു. എന്നെ നടത്തിയ ദൈവമേ നിനക്ക് സ്തുതി. യാഗം. എന്നെ ഇത്രത്തോളം എത്തിച്ച ദൈവമേ നിനക്ക് സ്തുതി. യാഗം. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചതിനായി നിനക്ക് സ്തോത്രം. യാഗം. യാഗപീഠം പണിതു. പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. മുൻപോട്ട് പോകുമ്പോൾ
പയ്യെ പയ്യെ ഒരു വഴിതെറ്റുണ്ടായി, പയ്യെ ഒരു ഡ്രിഫ്റ്റിംഗ് വേ ഉണ്ടായി, പയ്യെ ഒരു ചലനമുണ്ടായി, മാറ്റമുണ്ടായി. പാടില്ലായിരുന്നു, വ്യതിചലിക്കാൻ പാടില്ലായിരുന്നു. അവൻ ബേഥേലിലെത്തി അവിടെ നിന്ന് ഹായിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. വേണ്ടായിരുന്നു, അത് പാടില്ലായിരുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതായിരുന്നു. ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ ഹിതം അറിയേണ്ടതായിരുന്നു. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കേണ്ടതായിരുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയ ദൈവദാസനാണ്, ദൈവത്തിൻ്റെ വചനം കിട്ടിയ ദൈവദാസനാണ്, വചനം അനുസരിച്ച ദൈവദാസനാണ്, ദൈവം വലിയവ പ്രതീക്ഷിച്ച ദൈവദാസനാണ്. എന്നാൽ അബ്രഹാം ആ ബേഥേലിലെത്തി. ബേഥേലിനും ഹായിക്കും മധ്യേ അവിടെ അബ്രഹാം ഒരു കൂടാരമടിച്ചു. വേണ്ടായിരുന്നു, അവിടെ അബ്രഹാം കൂടാരമടിക്കണ്ടായിരുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ വറുതി വരാൻ കാരണം, ക്ഷാമം വരാൻ കാരണം കൂടാരമടിക്കേണ്ട അടുത്ത് കൂടാരമടിച്ചു. അരുതാത്ത അടുത്ത് പോയി കൂടാരമടിച്ചു. അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയി, അരുതാത്ത കൂട്ടുകെട്ടിലേക്ക് പോയി, അരുതാത്ത ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. ശ്രദ്ധിക്കുക, കൂടാരമടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെല്ലാം നിങ്ങൾ സൗഹൃദം പങ്കുവയ്ക്കുന്നോ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം കൂടാരമടിക്കുന്നത് ദൈവഹിതപ്രകാരമായിരിക്കണം, ദൈവഹിതപ്രകാരമുള്ള സ്ഥലത്തായിരിക്കണം. ബേഥേലിനും ഹായിക്കും മധ്യേ കൂടാരമടിച്ചു. അപ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാണ്? 10-ാം വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായി. ഈ കൂടാരമോടെ അടിച്ചത് വലിയ അപകടമായി പോയി. ദേശത്ത് ക്ഷാമമുണ്ടായി. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ക്ഷാമം വരാൻ ചില കാരണങ്ങളുണ്ട്. ദൈവവൈതലേതിൻ്റെ ജീവിതത്തിൽ ക്ഷാമം വരാൻ ചില കാരണങ്ങളുണ്ട്. നീ പോകേണ്ട അടുത്തടുത്ത് പോയിട്ടുണ്ട്, പോകരുതാത്തടുത്ത് പോയിട്ടുണ്ട്, നീ നിൽക്കരുതാത്തടുത്ത് നിന്നിട്ടുണ്ട്, നീ സംസാരിക്കാൻ പാടില്ലാത്ത സംസാരിച്ചിട്ടുണ്ട്, നിൻ്റെ കൂട്ടുകെട്ട് നീ ശ്രദ്ധിച്ചില്ല, പ്രകടമായ പാപമൊന്നും വരുന്നില്ലല്ലോ എന്നാണ് നീ ചിന്തിച്ചത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ചിന്തിച്ചത്. നിൻ്റെ വാക്കുകൾ നീ നിയന്ത്രിക്കേണ്ടതായിരുന്നു, നിൻ്റെ സംസാരം നീ നിയന്ത്രിക്കേണ്ടതായിരുന്നു, നിൻ്റെ ചലനം നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഓരോ ചൂടുവെപ്പിലും നീ കരുതലോടെ നീങ്ങേണ്ടതായിരുന്നു. അവിടെ നിനക്ക് തെറ്റുപറ്റുന്നുണ്ട്. ശ്രദ്ധിക്കുക. വിശ്വാസിയായി പുറപ്പെട്ട ദൈവവൈതൽ ഇപ്പോൾ അവിശ്വാസിയായി മാറുകയാണ്. എന്തുപറ്റി? അവൻ്റെ അവിശ്വാസം മൂലം, അവൻ്റെ സ്ഥാനചലനം മൂലം, അവൻ കൂടാരം അടിക്കരുതാത്തടുത്ത് കൂടാരം അടിച്ചത് മൂലം സംഭവിച്ചത് അബ്രഹാമിന് ക്ഷാമം വന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. യെശയ്യാ പ്രവചനം 31-ാം വാക്യം വായിക്കാം. യെശയ്യാ 31:1. അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിലേക്ക് പോകരുതായിരുന്നു. അബ്രഹാം വഴിതെറ്റിപ്പോവുകയാണ്. ദൈവദാസൻ വഴിതെറ്റിപ്പോവുകയാണ്. ക്ഷാമം വന്നു, വഴിതെറ്റി വരികയാണ്. അയ്യോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ക്ഷാമം വരുമ്പോൾ പോകരുതാത്തയിടത്തേക്ക് പോകരുത്. നഷ്ടം വലുതായിരിക്കും, തലമുറകൾക്ക് വരുന്ന കേട് വലുതായിരിക്കും. അബ്രഹാം പോകരുതാത്തയിടത്തേക്ക് പോയതുകൊണ്ട് എന്തെല്ലാം നഷ്ടമാണ് വന്നത് പറയാൻ എനിക്ക് പേടിയാകുന്നു. സ്വന്തം ഭാര്യ ഫറവോൻ്റെ ശയനഗ്രഹത്തിൽ പോകേണ്ടി വന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഫറവോൻ്റെ കിടപ്പറയിൽ പോകേണ്ടി വന്നു. ഭയാനകമായി പോയി. ഒരിക്കലും സംഭവിക്കരുതാത്താണ് സംഭവിച്ചത്. അബ്രഹാമിന് അവിടെ നുണ പറയേണ്ടി വന്നു. അബ്രഹാം സ്വന്തം ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു അസത്യം പറയേണ്ടി വന്നു. അനേകം തെറ്റുകളാണ് ദൈവദാസൻ്റെ ജീവിതത്തിൽ വന്നത്. ഞാനതെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അരുതാത്തയിടത്തേക്ക് പോയതുകൊണ്ട്, അരുതാത്ത ബന്ധം പുലർത്തിയതുകൊണ്ട്, അരുതാത്ത കൂട്ടുകെട്ടിൽ പോയതുകൊണ്ട്, അരുതാത്ത സംസർഗത്തിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് വന്ന നഷ്ടം വലുതാണെന്ന് അറിഞ്ഞുകൊള്ളുക. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. യൗവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. വളരെ കരുതലോടെ നിൽക്കുക. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടി പറക്കും. ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കൂട്ടുകൂടുമ്പോൾ നാം ശ്രദ്ധിക്കണം. നാം ചീത്തയായാൽ മാത്രമേ ചീത്തയായവരോട് കൂട്ടുകൂടാൻ തോന്നുകയുള്ളൂ. വളരെ സൂക്ഷിക്കുക. വേഗം പിന്മാറിക്കൊള്ളുക. അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. യെശയ്യാ 31:1. ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ, യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ, യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ, സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചോ നിങ്ങൾ? മാനുഷിക ബുദ്ധിയിൽ നോക്കുമ്പോൾ മിസ്രൈമിൽ ധാരാളം സൈന്യമുണ്ട്, മിസ്രൈമിൽ ധാരാളം കുതിരകളുണ്ട്, അശ്വസേനയുണ്ട്, മിസ്രൈമിൽ ധാരാളം കുതിരച്ചേവകരുണ്ട്, വലിയ അശ്വസൈന്യമുണ്ട്. ഈ സൈന്യ സന്നാഹങ്ങളിൽ ആശ്രയിച്ചു പോയി.
അങ്ങനെ പോകുന്നവർക്ക് അയ്യോ കഷ്ടം. സ്നേഹിതരെ, നാം പുറപ്പെട്ടത് വിശ്വാസമാർഗത്തിലാണ്. എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവനാൽ ഞാൻ പടക്കൂട് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്വന്തം കഴിവിലല്ല ആശ്രയിക്കുന്നത്, സ്വന്തം ശക്തിയിലല്ല ആശ്രയിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ഈ പരീക്ഷ എഴുതും. കർത്താവ് എന്നെ ജയിപ്പിക്കും. എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കും. കർത്താവ് എനിക്കത് തരും. എനിക്ക് തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് എനിക്ക് ദോഷമുള്ളതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കത് കിട്ടുന്നില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതെനിക്ക് ദോഷമാണെന്ന് എൻ്റെ കർത്താവ് കാണുന്നു. എനിക്ക് നല്ലതേ അവൻ ചെയ്യുകയുള്ളൂ. കാരണം ഞാൻ അവനെ സ്നേഹിക്കാൻ തീരുമാനമെടുത്തവനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അവനെ സ്നേഹിക്കാൻ തീരുമാനമെടുത്തവനാണ്. ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തതാണ്. ഒരിക്കലായി എൻ്റെ ജീവിതം അവന് കൊടുത്തതാണ്. ഈ ജീവിതം യേശുവിന് കൊടുത്തതായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം യേശു അറിഞ്ഞാണ്. യേശു അറിയാതെയും യേശു ആഗ്രഹിക്കാതെ ഒന്നും വരികയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ജീവനുള്ള ദൈവത്തോടാണ് ഞാൻ യാചിക്കുന്നത്. മകൻ അപ്പനോട് യാചിക്കുന്ന പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാ നമ്മുടെ ധൈര്യം വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, 27-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ എനിക്ക് യാതനാ വിഷയമില്ല, വേറെ പ്രാർത്ഥനാ വിഷയമില്ല. ഒരു കാര്യം ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമില്ലണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ ഇന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. സ്തോത്രം. 27-ാം സങ്കീർത്തനം കാണാതെ പഠിക്കണം കേട്ടോ. 27-ാം സങ്കീർത്തനം പിള്ളേരോട് ഞാൻ പറയട്ടെ, സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസിനോട് പറയട്ടെ, നിങ്ങൾ 27-ാം സങ്കീർത്തനം പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴെല്ലാം 27-ാം സങ്കീർത്തനം ഉരുവിടണം. എന്നിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. 18-ാം സങ്കീർത്തനം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കാരണം ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഭാവി ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ വിവാഹകാര്യം ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹകാര്യം ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ ബിസിനസ് ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി പരിപാടികളെല്ലാം യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ വീട് പണി ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എല്ലാ ഭൗതികമായ കാര്യങ്ങളും ഞാൻ യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ ആത്മീയ ജീവിതവും യേശുവിനെ ഏൽപ്പിച്ചു. എനിക്ക് സ്വന്തം പരിപാടിയില്ല, സ്വന്തം പ്ലാനില്ല, പദ്ധതിയില്ല. ഇതായിരിക്കണം നമ്മുടെ സമർപ്പണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ സമർപ്പണത്തിലേക്ക് വരാൻ മനസ്സുണ്ടോ? എങ്കിൽ ഇന്ന് അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തെറ്റിപ്പോയി. അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിലെ രഥങ്ങളിൽ ആശ്രയിച്ചു, മിസ്രൈമിലെ ധനസമൃദ്ധിയിൽ ആശ്രയിച്ചു, മിസ്രൈമിലെ ആ സമൃദ്ധിയേറിയ ഭക്ഷണങ്ങളിൽ ആശ്രയിച്ചു, മിസ്രൈമിലെ സമൃദ്ധിയേറിയ ധാന്യപ്പുരകളിൽ ആശ്രയിച്ചു, അവിടെയുള്ള വിളവെടുപ്പിൽ ആശ്രയിച്ചു. മിസ്രൈമിൽ നീലനദിയുടെ തീരങ്ങളിൽ നല്ലതുപോലെ സമൃദ്ധിയായി വളർന്നു വരുന്ന ആ നെൽച്ചെടികളിലും ഗോതമ്പ് ചെടികളിലും ആശ്രയിച്ചു. മിസ്രൈമിലെ നീലനദിയിൽ ചുറ്റുപാടും അതിൻ്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഉയർന്ന് കിളിർത്തു വരുന്നതായ ചെടികളിലേക്ക് നോക്കിക്കൊണ്ട്, അതിലെ ഗോതമ്പ് വയലിലേക്ക് നോക്കിക്കൊണ്ട് അബ്രഹാം കൊതിവ് കൊണ്ട് അങ്ങോട്ട് നടന്നുപോയി. സംഭവിച്ചത് വലിയ അനർത്ഥമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷാമം വരുമ്പോൾ അരുതാത്തയിടത്തേക്ക് ഇറങ്ങിപ്പോകരുത്. ക്ഷാമം വരുമ്പോൾ തെറ്റുപറ്റരുത്. ക്ഷാമം വരാം. ദൈവത്തിന് സ്തോത്രം. വരുമെന്നല്ല, വരാം. വന്നാലും പതറരുത്. നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. ആ ഇശായിയുടെ കൊമ്പിൽ മുറുകെ പിടിച്ചുകൊള്ളണം. മറ്റെല്ലാ കൊമ്പും ഇരിഞ്ഞു പോകും, മറ്റെല്ലാ കൊമ്പും ഒടിഞ്ഞു പോകും. എവിടെയെല്ലാം പിടിച്ചാലും എല്ലാം ഒടിഞ്ഞു പോകും. എവിടെയെല്ലാം പിടിച്ചാലും എല്ലാം ഒടിയുന്ന കൊമ്പുകളാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? എല്ലാം ഒടിയുന്ന കൊമ്പുകൾ. ഒടിയാത്തൊരു കൊമ്പുണ്ട്,
അത് ദാവീദിൻ്റെ വേരും ഇശ്ശായിയുടെ കൊമ്പുമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇശ്ശായിയുടെ കൊമ്പായവനിൽ, ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായി ഉദയ നക്ഷത്രവുമായവനിൽ നിങ്ങൾ മുറുകെ പിടിക്കൂ. അവനോട് നിങ്ങൾ കെഞ്ചി യാചിക്കൂ. നാഥാ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവനല്ലേ, നീ എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനല്ലേ, നീ എനിക്ക് വേണ്ടി ത്യാഗഭരണം മരിച്ചവനല്ലേ, നീ എനിക്ക് വേണ്ടി അടിയേറ്റവനല്ലേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ അതിവേദനപ്പെട്ട് പിടഞ്ഞവനല്ലേ. എൻ്റെ നാഥാ, നീ എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ഒഴുക്കിയവനല്ലേ. നിരപരാധിയായി കുറ്റമില്ലാത്തവനായി എക്കാലവും ജീവിച്ച യേശുവേ, പാപം തൊടാത്തനായി ജീവിച്ച യേശുവേ, നിന്റെ തിരുവിലാവിൽ ഒഴിയ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ഈ തലമുറയിലെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഈ തലമുറയിലെ ഒരു വിശുദ്ധനാക്കി എന്നെ തീർക്കണമേ, ഈ തലമുറയിലെ ഒരു വിശുദ്ധ പൈതലാക്കി എന്നെ തീർക്കണമേ, ഈ തലമുറയിലെ ഒരു വിശുദ്ധിയുള്ള ദൈവദാസിയാക്കി എന്നെ തീർക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കും. വിശുദ്ധിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിക്കാൻ കർത്താവ് നിങ്ങൾ കൃപ തരും. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ തലമുറയായി വളർന്നു വരും. അടുത്ത തലമുറ വിശുദ്ധി അനുഭവിക്കും. നിങ്ങളുടെ ഭാവി തലമുറ വിശുദ്ധിയുടെ വക്താക്കളായി തീരും. ഭാവി തലമുറ വിശുദ്ധിയുടെ പ്രവാചകന്മാരായി തീരും. നിങ്ങളുടെ ഭാവി തലമുറ അനുഗ്രഹീതരായി തീരും. അനുഗ്രഹ സമൃദ്ധി ജനഹൃദയങ്ങളിലേക്ക് പകരുന്ന ജ്യോതിസുകളായി മാറും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമോ? നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, ഞാൻ നിന്റെ അരികിലേക്ക് മടങ്ങി വരേണ്ടതിന്, ഞാൻ നിന്റെ അരികിലേക്ക് മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. എന്നെ മടക്കി വരുത്തണമേ. യേശുവേ, യേശുവേ, എന്നെ മടക്കി വരുത്തണമേ. എന്നെ മടക്കി വരുത്തണമേ. യേശുവേ, എന്റെ യേശുവേ, എന്നെ മടക്കി വരുത്തണമേ. എന്നെ മടക്കി വരുത്തണമേ. തീരുമാനിച്ചവരുടെ കരങ്ങൾ ഉയർത്താം. ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ കരങ്ങൾ ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങൾ ഉയർന്നു തന്നെ ഇരിക്കട്ടെ. കരുണയുള്ള കർത്താവേ, ഈ ഉയർത്തിയ കരങ്ങളെ ഇവിടെ നിന്ന് കാണുന്നുവല്ലോ. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, പാപങ്ങൾ ക്ഷമിക്കണമേ, അകൃത്യങ്ങൾ പൊറുക്കണമേ, പിന്മാറ്റം സൗഖ്യമാക്കണമേ. നിൻ്റെ പ്രിയ മക്കളോട് മനസ്സലിയണമേ. എല്ലാവരെയും മടക്കി വരുത്തണമേ. എല്ലാവരെയും നിൻ്റെ കൃപയിൽ അനുഗ്രഹിച്ച് ചേർത്തണയ്ക്കണമേ. തിരുമാറോട് അണയ്ക്കണമേ. തിരുവിലാവിൽ ചേർക്കണമേ. തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.